നിരന്തരം ഇത്തരത്തിൽ വാഹനത്തിൽ തീ പടരുന്നതും അല്ലെങ്കിൽ വാഹനം പൊട്ടിത്തെറിക്കുന്നതും ഓടുന്ന വാഹനം കത്തുന്നതുമൊക്കെ നിരന്തര സംഭവമായി മാറിക്കൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ വിഷയത്തെപ്പറ്റി നമ്മൾ സംസാരിക്കുന്നത്. എനിക്കിപ്പം അതിഥികളായി ഡോക്ടർ മനോജ് ഉണ്ട്. അദ്ദേഹം നമുക്കിപ്പം അതിഥിയായി ചേരുന്നുണ്ട്. അസോസിയേറ്റ് പ്രൊഫസറാണ്. ഈ മേഖലയെപ്പറ്റി വൈദഗ്ധ്യമുള്ള ആൾ കൂടിയാണ്. ശ്രീ മനോജ്, അതായത് ഇവിടെ നോക്കൂ, എങ്ങനെയാണ് ഈ അപകടങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. ഇത് ആവർത്തിച്ച് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഏതെങ്കിലുമൊക്കെ തരത്തിൽ ഇന്നിപ്പോൾ വലിയ ദുരന്തമാണ് ഉണ്ടായിരിക്കുന്നത്. അല്ലെങ്കിൽ പോലും ആളുകൾ ക്ഷണിക നേരം കൊണ്ട് രക്ഷപ്പെടുന്നതും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു എന്നുള്ള വാർത്തകൾ നമ്മൾ തന്നെ നിരന്തരം വായിക്കുന്നുണ്ട്. എന്താണ് വാഹനങ്ങളിൽ സംഭവിക്കുന്നത്? പാലക്കാട് സംഭവിച്ചത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല, വളരെ ദാരുണമായ ഒരു സംഭവം തന്നെയാണ്. ഒരു കുട്ടി മരണപ്പെട്ടു. അപ്പോ ഇതിന്റെ പ്രാഥമിക നിഗമനത്തിൽ നമ്മൾക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ്. ഇതിന്റെ കൃത്യമായ റിപ്പോർട്ടുകളും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും ഫോറൻസിക് വിദഗ്ധരുടെയും റിപ്പോർട്ടുകൾ വന്നാൽ ശേഷമാണ് നമ്മൾക്ക് ഇതിനെക്കുറിച്ച് ഒരു കൃത്യമായ അഭിപ്രായം പറയാൻ സാധിക്കുക. എന്നിരുന്നാലും ഷോർട്ട് സർക്യൂട്ട് ആണ് ഇതിന്റെ കാരണം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വാഹനങ്ങൾ കത്തുപിടിക്കുന്നതിന്റെ, നിരത്തിലോടുന്ന വാഹനങ്ങൾ കത്തുപിടിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണവും പലപ്പോഴും ഷോർട്ട് സർക്യൂട്ട് തന്നെയാണ്. പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഒരു ഷോർട്ട് സർക്യൂട്ട് വന്നതുകൊണ്ട് ഒരു വാഹനം പെട്ടെന്ന് തന്നെ വളരെ ചുരുങ്ങിയ നിമിഷങ്ങൾക്കുള്ളിൽ കത്തി നശിക്കുക എന്നത് ഒട്ടും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അതൊരു ബുദ്ധിമുട്ടാണ് അതെങ്ങനെ സംഭവിച്ചു എന്നുള്ള മനസ്സിലാക്കാൻ. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ ഒരു എക്സ്റ്റേണൽ സബ്സ്റ്റൻസ്, അതായത് ഒരു മറ്റൊരു വസ്തുവിന്റെ ഒരു സാമീപ്യം അവിടെ ഉണ്ടാകാം. അതായത് ഒന്നുകിൽ അത് പെട്രോൾ ആവാം, അല്ലെങ്കിൽ അത് ഗ്യാസ് ആകാം. കാരണം ഒരു ഷോർട്ട് സർക്യൂട്ട് കൊണ്ട് ഒറ്റയടിക്ക് വാഹനം നിമിഷങ്ങൾക്കുള്ളിൽ കത്തി നശിക്കത്തില്ല എന്നാണ് നമ്മളുടെ വിശ്വാസം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ പെട്രോളിന്റെ അംശം അല്ലെങ്കിൽ പെട്രോളിന്റെ സാന്നിധ്യമോ അല്ലെങ്കിൽ ഗ്യാസിന്റെ സാന്നിധ്യമോ ഉണ്ടാവാനുള്ള ഒരു സാധ്യത നമ്മൾ തള്ളിക്കളയരുത്. അപ്പൊ അതിനോടൊപ്പം തന്നെ നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ടത്, വളരെ ലാഘവത്തോടു കൂടിയാണ് നമ്മൾ ഈ പെട്രോളും ഈ ഗ്യാസ് എല്ലാം കൈകാര്യം ചെയ്യുന്നതെങ്കിലും എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. പെട്രോളിന്റെ ഫയർ പോയിന്റ്, അതായത് ആ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിലാണ് പെട്രോൾ പെട്ടെന്ന് തീ പിടിക്കുന്നത്. അപ്പോൾ ആ ഒരു ഫയർ പോയിന്റ് എന്ന് പറഞ്ഞാൽ -40 ഡിഗ്രിയാണ്. അതായത് -40 ഡിഗ്രിയിലും ഒരു ചെറിയ തീപ്പൊരി വന്നാൽ ആ പെട്രോള് വളരെ പെട്ടെന്ന് തന്നെ കത്തും. അതുപോലെ തന്നെയാണ് ഗ്യാസിന്റെ കാര്യവും. ഒരു LPGയുടെ ഫയർ പോയിന്റ് എന്ന് പറയുമ്പോൾ -104 ഡിഗ്രിയാണ്. അപ്പോൾ ഇത്രയും വളരെ ഡേഞ്ചർ ആയിട്ടുള്ള രണ്ട് വസ്തുക്കളാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ തീപ്പൊരി അല്ലെങ്കിൽ ഒരു ചെറിയ ഷോർട്ട് സർക്യൂട്ടും ഇതൊരു ട്രിഗർ ആവാം. വാഹനം ഒറ്റയടിക്ക് തന്നെ കത്തി നശിക്കുന്നതിന്റെ കാരണമാകാം. കാരണം നേരത്തെ റിപ്പോർട്ടർ സൂചിപ്പിച്ചതുപോലെ വാഹനത്തിലകത്തേക്ക് കയറുമ്പോൾ ഒരു കുട്ടി പെട്രോളിന്റെ മണം ഫീൽ ചെയ്തു എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവിടെ ഒരു പെട്രോളിന്റെ ചോർച്ച ഉണ്ട്. പെട്രോളിന്റെ ചോർച്ച വളരെ ഗുരുതരമായ ഒരു കാര്യമാണ്. കാരണം വളരെ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഇത് വേപ്പർ ആകാം. അപ്പോൾ ആ വേപ്പർ വളരെ കൺഫൈൻഡ് സ്പേസ് ആണ് ഈ വാഹനം എന്ന് പറഞ്ഞാൽ. അതിന്റെ അകത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അമ്മ വാഹനത്തിന്റെ അകത്തേക്ക് കയറി ഉടൻ തന്നെ ഇഗ്നിഷൻ സ്വിച്ച് വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിച്ചു. ഉടൻ തന്നെ വാഹനം കത്തി നശിക്കുന്നു എന്നുള്ള രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായും ഇത്തരം സംഭവങ്ങൾ, അതായത് ഒരു പെട്രോളിന്റെ മണം അല്ലെങ്കിൽ ചെറിയൊരു തീപ്പൊരി അല്ലെങ്കിൽ ചെറിയൊരു പുക അല്ലെങ്കിൽ അതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ്. ആ ഒരു കാര്യങ്ങളെ നമ്മൾ ഒരിക്കലും അവഗണിക്കരുത്. അത് വലിയൊരു പ്രശ്നത്തിലേക്ക് പോകാം എന്ന് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാകുന്നു. ശ്രീ വി അപ്പു, MVD അക്കാദമി ഡയറക്ടർ കൂടി നമുക്കിപ്പം ചേരുന്നുണ്ട്. സർ, അതായത് നമ്മൾ ഇപ്പോൾ ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നു, ഇതിൽ കുറ്റപ്പെടുത്തലുകളോ അങ്ങനെ അതിനപ്പുറത്തേക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കുറേ കാര്യങ്ങൾ കൂടിയുണ്ടല്ലോ. ഇത്തരത്തിൽ ഒരുപക്ഷെ അപകടം പലപ്പോഴും നമ്മൾ ക്ഷണിച്ചു വരുത്തുന്ന തരത്തിലേക്കുണ്ടാകുന്ന സാഹചര്യമൊക്കെ അതെവിടെയാണ് അങ്ങനെയുള്ള ഒരുപക്ഷെ അജ്ഞത കൊണ്ടോ ഒക്കെ സംഭവിക്കുന്നതായിരിക്കാം. അതെവിടെയാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളതാണ്. ശ്രീ അപ്പു, താങ്കൾക്ക് കേൾക്കാമോ? കേൾക്കാം. സാറിനോടാണ് ചോദിച്ചത്. ചോദ്യം കേട്ടിരുന്നോ? എന്താണ് മനസ്സിലായില്ല.
അതായത് ഈ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ പലപ്പോഴും ഈ വാഹനത്തിൽ ഇത്തരത്തിലുള്ള തീപിടുത്തവും അല്ലെങ്കിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന അശ്രദ്ധയോ അല്ലെങ്കിൽ അജ്ഞത കൊണ്ട് നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന പിഴവൊക്കെ ഇതിന് കാരണമാകാറുണ്ടല്ലോ പലപ്പോഴായി പലതരത്തിൽ ഈവൻ മോഡിഫിക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. അത് എവിടെയാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളതാണ്. പലപ്പോഴും ഇത്തരത്തിലുള്ള നമ്മുടെ പിഴവ് കൊണ്ടാവാം, അല്ലെങ്കിൽ ആ വാഹനത്തിന്റെ ഒരു തകരാറ് കൊണ്ടാവാം. ഇത് ഈ വാഹനത്തിലുണ്ടായ കുഴപ്പം മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് കാലത്ത് ഇന്ന് വാഹനം ഞാൻ പരിശോധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ കാലത്ത് അവിടെ പോയി പരിശോധിച്ച അതിന്റെ സാഹചര്യ തെളിവുകളും മറ്റുമൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോൾ മനസ്സിലായ ഒരു സംഗതി, ഞാൻ പറയുന്നത് കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം പറയൂ. ഓക്കെ. അപ്പം ഈ വാഹനം പരിശോധിച്ചപ്പം ഈ വാഹനത്തിന്റെ സാഹചര്യ തെളിവുകൾ നോക്കിയപ്പോൾ ഈ വാഹനം സുമാർ 2 മാസത്തോളം ഉപയോഗിക്കാതെ ഷെഡിൽ നിർത്തിയ വാഹനമായിരുന്നു. എന്നതിന് ശേഷം ഇന്നലെ ഈ വാഹനം എടുത്ത് വെളിയിലോട്ട് മാറ്റിയിട്ടു. വീടിന്റെ അകത്തൊക്കെ വണ്ടി നിർത്തുന്ന ഭാഗം വൃത്തിയാക്കാൻ വേണ്ടി അവിടെ നിന്ന് എടുത്ത് സുമാർ ഒരു 50 മീറ്റർ ഇപ്പറയുള്ള ഗേറ്റിന് പുറത്തോട്ട് വാഹനം മാറ്റിയിട്ടതിന് ശേഷം കുറച്ച് കഴിഞ്ഞ് പിള്ളേർ സ്കൂളിൽ നിന്ന് വന്നതിന് ശേഷം ഈ വാഹനത്തിൽ കയറുകയും എന്നിട്ട് ഈ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഫയറായി എന്നാണ് പറയുന്നത്. മാത്രവുമല്ല കുട്ടികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പെട്രോളിന്റെ വാസന വരുന്നുണ്ട്, മണം വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നൊക്കെ പറഞ്ഞതിൽ നിന്നും എനിക്ക് മനസ്സിലായ കാര്യം, ഈ വാഹനം 2002 മോഡൽ മാരുതി കാറാണ്. ഇത് MPFI മോഡലാണ്. ഈ MPFI മോഡൽ വാഹനങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതിന്റെ താക്കോൽ ഓണാക്കി കഴിഞ്ഞാൽ തന്നെയും പെട്രോൾ ടാങ്കിലുള്ള ഫ്യൂവൽ എഞ്ചിനിലേക്ക് സപ്ലൈ ചെയ്യും. അപ്പൊ എഞ്ചിൻ വർക്ക് ചെയ്തിട്ടില്ല എങ്കിൽ പോലും ബാക്കിലുള്ള ടാങ്കിലുള്ള ഫ്യൂവല് എഞ്ചിൻ കമ്പാർട്ട്മെന്റിലേക്ക് എത്തും. അപ്പൊ അവിടെ എന്തെങ്കിലും വല്ല ഇത്രയും ദിവസം നിർത്തിയിട്ട വാഹനമായതുകൊണ്ട് തന്നെ ഏതെങ്കിലും വല്ല രീതിയിൽ എലി കടിച്ചിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും വല്ല തുരുമ്പ് വരുന്നത് മൂലമോ ഉള്ള പെട്രോൾ ലീക്കേജ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇത്തരത്തിൽ പെട്രോൾ ലീക്കേജ് ഉണ്ടായിട്ടുള്ളത് നേരെ സ്റ്റാർട്ടിംഗ് മോട്ടറിന്റെ മുകളിലേക്ക് വീഴുകയും, അപ്പോൾ ആദ്യം വാഹനം എടുക്കുമ്പോൾ പെട്രോൾ ചെറുതായിട്ട് സ്പില്ല് ചെയ്യുകയും ഈ സ്റ്റാർട്ടർ മോട്ടറിന്റെ മുകളിൽ വീഴുകയും ചെയ്തിട്ടുണ്ടാവാം. എന്നതിന് ശേഷം ഈ വാഹനം അവിടെ നിർത്തിയിട്ടപ്പോൾ ഈ പെട്രോള് പൂർണ്ണമായിട്ടും സ്റ്റാർട്ടർ മോട്ടറിന്റെ ഉള്ളിലേക്ക് ഇറങ്ങുകയും തുടർന്ന് അല്പസമയത്തിന് ശേഷം ഇവർ വന്ന് വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് സ്റ്റാർട്ടർ മോട്ടറിനകത്ത് നിന്നും വന്ന സ്പാർക്ക് മൂലം ഈ പെട്രോളില് തീ പിടിക്കുകയും എഞ്ചിൻ റൂമിനകത്ത് തീ വരികയും ഉണ്ടായി. അങ്ങനെ തീ വന്നു കഴിഞ്ഞപ്പോൾ അതിനകത്തുള്ള മറ്റു വയറുകളെല്ലാം ഷോർട്ട് സർക്യൂട്ട് ആവുകയും തുടർന്ന് ഇവർക്ക് ഡോറ് തുറക്കാൻ പറ്റാത്ത സാഹചര്യം വരികയുമാണ് ഉണ്ടായത്. ആ സമയം കൊണ്ട് തന്നെ, അതായത് ഈ സ്പില്ല് ചെയ്ത പെട്രോൾ ചാവി ഓണാക്കി കഴിഞ്ഞാൽ വീണ്ടും പെട്രോൾ പമ്പ് ചെയ്യുകയും തുടർന്നും കുറെ അധികം പെട്രോള് എഞ്ചിനകത്തേക്ക് സപ്ലൈ ചെയ്യുകയും അതിന്റെ മൂലം ബോണറ്റിനകത്ത് തീ പടരുകയും വണ്ടി പൂർണ്ണമായിട്ട് കത്താനുണ്ടായ സാഹചര്യമാണ് എനിക്ക് തോന്നുന്നത്. ഇത് ഉപയോഗിക്കുന്നവരുടെ ഒരു അശ്രദ്ധ മൂലം ഉണ്ടായതല്ല. ഇത്രയും നാൾ നിർത്തിയിട്ട വാഹനം എടുക്കുമ്പോൾ ഉണ്ടായതും പിന്നെ വാഹനത്തിന്റെ 23 വർഷം കാലപ്പഴക്കമുള്ള ഒരു വാഹനമാണ്, അതുകൊണ്ടും ആയിരിക്കാനുള്ള സാധ്യത ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ വാഹനത്തിന്റെ പൂർണ്ണമായി കത്തി നശിച്ച അവസ്ഥയിലാണ് ഈ വാഹനം കാണുന്നത്. അതായത് അതാണ് ഏറ്റവും പ്രധാനം, പൂർണ്ണമായി ഇത് കത്തി നശിച്ച നിലയിലാണല്ലോ. അങ്ങനെ ഒരു തരത്തിലും ഇങ്ങനൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് രക്ഷപ്പെടാൻ പറ്റില്ലേ? ഡോർ തുറക്കാൻ പറ്റാത്ത അവസ്ഥയാവുന്നു. അതായത് മൊത്തത്തിൽ പെട്ടെന്ന് ആളിപ്പടരുന്ന അവസ്ഥയിലേക്ക് എത്തുമോ? പെട്ടെന്ന് ആളിപ്പടരും. കാരണം ഈ വാഹനത്തിനകത്ത് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു കുഴപ്പമാണ് ഇതിന്റെ സീറ്റ് അല്ലെങ്കിൽ അകത്തിടുന്ന കാർപ്പറ്റുകൾ. ഇതെല്ലാം നമ്മൾ സാധാരണയായിട്ട് ലോക്കൽ മാർക്കറ്റിൽ നിന്ന് മേടിച്ചിടാറുണ്ട്. വാഹനം ഉണ്ടാക്കുമ്പോൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ടും ഇത് തീ പിടിക്കാത്ത മെറ്റീരിയൽസ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കണം എന്നാണ് പറയുന്നതെങ്കിലും പലപ്പോഴും നമ്മൾ ചെയ്യുന്ന സീറ്റ് കവറുകളും അല്ലെങ്കിൽ താഴെ ഇടുന്ന കാർപ്പറ്റുകളും എല്ലാം തീ പിടിക്കാൻ സാധ്യതയുള്ള, വളരെ പെട്ടെന്ന് തീ പിടിക്കുന്ന സംഗതികളാണ്, മെറ്റീരിയൽസ് ആണ്. മാത്രവുമല്ല പെട്രോളിന്റെ സ്പില്ലേജ് കൂടി വന്നാൽ വളരെ പെട്ടെന്ന് തീ പിടിക്കും. അപ്പോൾ ഇതിന് വാഹനത്തിനകത്തുനിന്ന് പുറത്തേക്ക് കിടക്കണമെങ്കിൽ ആകെയുള്ള സാധ്യത ഗ്ലാസ് പൊട്ടിക്കൽ മാത്രമാണ്. അപ്പൊ ഈ ഗ്ലാസ് പൊട്ടിക്കാനുള്ള സംഗതികളൊന്നും ഇവരുടെ കയ്യിൽ ഉണ്ടാവില്ല. പെട്ടെന്ന് ഇതൊക്കെ കണ്ടപ്പോൾ അവർക്ക് പരിഭ്രമിച്ചിട്ട് ഇത് ചെയ്യാൻ സാധിച്ചോളണമെന്നില്ല. മാത്രവുമല്ല പുറമേ നിന്നുള്ള ആൾക്കാർ വന്നപ്പോഴേക്കും തന്നെ എഞ്ചിൻ കമ്പാർട്ട്മെന്റിനകത്തു നിന്ന് വരുന്ന ഫ്യൂവല് നേരെ ഈ വാഹനത്തിന്റെ ഫ്യൂവല് കത്തിയിട്ട് ആ ഫ്ലെയിംസ് വാഹനത്തിന്റെ അകത്തേക്ക് പ്രവേശിച്ചിരിക്കാനാണ് സാധ്യത. അപ്പോൾ ഇതിന്റെ ഫ്ലോർ കാർപ്പറ്റുകളും സീറ്റ് കവറും കത്തിയത് മൂലം ഇവരുടെ ശരീരത്തിൽ മുഴുവൻ ഇത് ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യതയും ഉണ്ടായിട്ടുണ്ടാവുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഡോക്ടർ മനോജ് കുമാർ, ഇപ്പോൾ ഇവിടെ കാലപ്പഴക്കം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാകാം ഇങ്ങനെ ഒരു, അല്ലെങ്കിൽ വണ്ടി കുറെ കാലമായി ഉപയോഗിക്കാതെ ഒക്കെ നിന്നതാകാം ഇങ്ങനെ ഒരു അപകടത്തിലേക്ക് എത്തിച്ചെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഷിവി അപ്പു അദ്ദേഹം ഈ വാഹനം പരിശോധിച്ച ശേഷമാണ് സംസാരിക്കുന്നത്. അതായത് ഒരു പക്ഷേ ഈ കാലപ്പഴക്കം ഒക്കെ ഏത് തരത്തിൽ മറികടക്കാനാവുന്നതാണ്. എല്ലാവർക്കും എപ്പോഴും ഇങ്ങനെ പുതിയ വാഹനങ്ങൾ വാങ്ങാനോ ഒന്നും സാധ്യമല്ലല്ലോ. അപ്പോൾ എവിടം തൊട്ടാണ്, അല്ലെങ്കിൽ എത്ര ഒരു കാറിന്റെ കാര്യത്തിലാകുമ്പോൾ എത്ര വർഷം പഴക്കം ചെല്ലുമ്പോൾ മുതലാണ് നമ്മൾ ഈ കാര്യങ്ങൾ പരിശോധിച്ച് തുടങ്ങുകയൊക്കെ ചെയ്യേണ്ടത്? അല്ലെങ്കിൽ ഇതിനുള്ള ഈ അപകട സാധ്യത നമുക്ക് മുൻപിൽ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി തുടങ്ങേണ്ടതൊരു സമയമുണ്ടാകുമല്ലോ, ഒരു കാലം, അതെപ്പോഴാണ്? അങ്ങനെ നമ്മൾക്ക് പ്രത്യേകിച്ച് ഒരു ഡ്യൂറേഷൻ പറയാൻ സാധ്യമല്ല. കാരണം കൃത്യമായ ഇടവേളകളിൽ വാഹനം, അത് പുതിയ വാഹനം മേടിച്ചാലും പഴയ വാഹനമാണെങ്കിലും
കൃത്യമായ ഇടവേളകളിൽ വാഹനം സർവീസ് ചെയ്യണം എന്നുള്ളത് ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ്. അപ്പു സാറ് പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമായ കാര്യങ്ങളാണ്. വാഹനങ്ങളുടെ കാലപ്പഴക്കം തീപിടുത്തത്തിന് ഒരു കാരണമാകുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇതുമാണ്. അത് കൃത്യമായ മെയിൻ്റനൻസ് ചെയ്യുന്നില്ല. പലപ്പോഴും 20 വർഷം 25 വർഷമൊക്കെ ഉള്ള വാഹനങ്ങൾ റോട്ടിൽ നിരത്തിൽ ഓടുന്നുണ്ട്. പക്ഷെ അത് എങ്ങനെ ഓടുന്നു എന്ന് ചോദിച്ചാൽ ചില വാഹനങ്ങൾ കൃത്യമായി ഭംഗിയായി മെയിൻ്റനൻസ് ചെയ്താണ് കൊണ്ടുപോകുന്നത്. പക്ഷെ പലപ്പോഴും നമ്മൾ ചേർക്കുന്ന കൂട്ടിച്ചേർക്കലുകൾ, അതായത് വാഹനത്തിന്റെ ഷോർട്ട് സർക്യൂട്ടിന്റെ പ്രധാനപ്പെട്ട കാരണം കൂട്ടിച്ചേർക്കലുകളാണ്, എക്സ്ട്രാ ഫിറ്റിംഗ്സ് ആണ്, അല്ലെങ്കിൽ അക്സസറീസ് ആണ്. അപ്പോൾ ഈ കൂട്ടിച്ചേർക്കലുകൾ നടത്തുന്നത് പലപ്പോഴും അംഗീകൃതമായിട്ടുള്ള വർക്ക്ഷോപ്പുകളിലോ മറ്റും അല്ല. അതാണ് ഇവിടുത്തെ ഒരു പരമമായ സത്യം. അപ്പൊ അതുകൊണ്ട് തന്നെ ഏതൊരു മൊമെന്റിലും വാഹനം ഷോർട്ട് സർക്യൂട്ട് ആവാനുള്ള ഒരു ചാൻസ് അവിടെ കാണുന്നുണ്ട്. അതേ സമയം വാഹനം അതിൻ്റെതായ രീതിയിൽ എങ്ങനെയാണ് റോ വെഹിക്കിൾ കമ്പനി നമ്മൾക്ക് തന്നത്, അത് അതിൻ്റെതായ രീതിയിൽ കൃത്യമായി പരിപാലിച്ചുകൊണ്ട് വാഹനം വർഷങ്ങളോളം നിരത്തിൽ ഓടിക്കുന്ന ഒത്തിരി അധികം ആളുകൾ വേറെയുമുണ്ട്. അപ്പൊ അവരെ സംബന്ധിച്ച് അവർക്കൊരു പരിഭ്രാന്തിയുടെ ആവശ്യമില്ല. പകരം വാഹനങ്ങളിൽ കൂട്ടിച്ചേർക്കലുകൾ നടത്തുന്നവരും വാഹനം കൃത്യമായി മെയിൻ്റനൻസ് നടത്തുന്നവരും അവരെ സംബന്ധിച്ച് വാഹനങ്ങളിൽ തീപിടിക്കാൻ എപ്പോഴും ഒരു സാധ്യത ഉണ്ട്. അപ്പൊ അത് ഒരു ട്രിഗറാണ്. ഈ ചെറിയ ഒരു ഷോർട്ട് സർക്യൂട്ട് മതി ഇത്രയും വലിയ ഒരു തീപിടുത്തത്തിലേക്ക് നയിക്കാൻ. കാരണം പലപ്പോഴും നമ്മൾ ഈ വാഹനങ്ങളിൽ എക്സ്റ്റേണൽ സബ്സ്റ്റൻസ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പെട്രോളിന്റെ അംശമോ അല്ലെങ്കിൽ മറ്റു എക്സ്റ്റേണൽ സബ്സ്റ്റൻസസോ വാഹനങ്ങളുടെ ഈ ചെറിയ ഷോർട്ട് സർക്യൂട്ട് വലിയൊരു തീപിടുത്തത്തിലേക്ക് നയിക്കാം. നേരത്തെ മാഡം ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, ഇതിൽ നിന്ന് നമ്മൾക്ക് പുറത്തേക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ലേ എന്ന്. അപ്പൊ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ ചെറിയ കുട്ടികളാണ്. പലപ്പോഴും മുതിർന്ന ആളുകൾ തന്നെ ഇത്തരം ഒരു സിറ്റുവേഷൻ മാനേജ് ചെയ്യുമ്പോൾ നമ്മൾ പകച്ചു പോകും. നമ്മളുടെ ഒരു നോർമൽ നമ്മളുടെ ഒരു റിതം അല്ലെങ്കിൽ നോർമൽ നമ്മളുടെ ഒരു വേ ഓഫ് തിങ്കിങ് എല്ലാം നഷ്ടപ്പെടും. പക്ഷെ ഇവിടെ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ 2 ചെറിയ കുട്ടികളും കൂടിയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അവർക്ക് അത്രയും പെട്ടെന്ന് അതിൽ നിന്നും രക്ഷപ്പെടാൻ സാധിച്ചിട്ടുണ്ടാവത്തില്ല. അമ്മയും അവരുടെ കാര്യങ്ങൾ ആലോചിച്ച് അല്ലെങ്കിൽ അവരുടെ ഒരു ആലോചിച്ച് അമ്മയ്ക്കും ചിലപ്പോൾ ആ ഒരു സിറ്റുവേഷൻ മാനേജ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാവില്ല. എന്നിരുന്നാൽ പോലും ഞാൻ പറയുകയാണ്, വാഹനത്തിന്റെ അകത്തിൽ നിന്നും ഇത്തരം ഒരു അടിയന്തര സാഹചര്യങ്ങളിൽ നമ്മൾക്കെല്ലാം രക്ഷപ്പെടാം. പക്ഷെ പലപ്പോഴും നമ്മൾ പുതിയൊരു വാഹനം മേടിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ വീട്ടിലുള്ള മറ്റു കുടുംബാംഗങ്ങളെ അത് പരിചയപ്പെടുത്താറില്ല. അതായത് നമ്മളുടെ വീട്ടിലെ ഒരു പ്രായം ചെന്ന അമ്മയോ അല്ലെങ്കിൽ അമ്മൂമ്മയോ അല്ലെങ്കിൽ ചെറിയ കുട്ടികളെയോ ഒന്നും എങ്ങനെയാണ് ഒരു വാഹനത്തിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങേണ്ടത്, എങ്ങനെയാണ് ഒരു ഡോർ നോബ് തുറക്കേണ്ടത്, എങ്ങനെയാണ് ഒരു സീറ്റ് ബെൽറ്റ് ഊരേണ്ടത്, അത് തന്നെയാണ് പ്രശ്നം. അതായത് നമുക്ക് ശ്രീ അപ്പുവിലേക്കാണ് ഞാൻ. സാർ നോക്കൂ, ഈ സൂചിപ്പിച്ച പോലെ റോഡിൽ ഇറങ്ങിയതിന് ശേഷമുള്ള ഒരു ഗതാഗത സംസ്കാരം നമ്മൾ മാറുന്നുണ്ട്. അതേപ്പറ്റി നമ്മൾ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു വാഹനം റോഡിലേക്ക് ഇറക്കുമ്പോൾ ഒരു വാഹനത്തിനെ പെരുമാറുന്ന രീതി, ഇതിനെപ്പറ്റിയൊന്നും നമുക്ക് അറിയാത്തതിൻ്റെ ഒരു അജ്ഞതയുടെ ഒക്കെ ഫലം എന്നോണമാണ് നമ്മൾ ഇത്തരത്തിലുള്ള അപകടങ്ങൾ ആവർത്തിച്ച് അനുഭവിക്കേണ്ടി വരുന്നല്ലേ. അവിടെ നമുക്ക് എന്ത് ചെയ്യാനാവും? നേരത്തെ പറഞ്ഞ പോലെ അംഗീകൃതമല്ലാത്ത വർക്ക്ഷോപ്പുകൾ, അതിന്റെ പ്രവർത്തനം, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ടല്ലോ റോഡിനപ്പുറത്തേക്കുള്ള വാഹനത്തിന്റെ സേഫ്റ്റി. അല്ല, ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മളിപ്പോ എന്തെങ്കിലും ഒരു സംഗതി ഉപയോഗിക്കുമ്പോൾ അത് വീട്ടുകാരെ മുഴുവൻ പഠിപ്പിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇപ്പം പലപ്പോഴും ഞാൻ വാഹനം ഓടിക്കുമ്പോൾ എന്റെ കൂടെ ഇരിക്കുന്നവര് ഇതിൽ നിന്നും ഒരു ഡോറ് തുറക്കാൻ അറിയോ, അല്ലെങ്കിൽ അതിന്റെ സീറ്റ് ബെൽറ്റ് ഊരാൻ, സാറ് നേരത്തെ പറഞ്ഞതുപോലെ സീറ്റ് ബെൽറ്റ് ഊരാൻ അറിയോ, അല്ലെങ്കിൽ സീറ്റ് ബെൽറ്റ് കട്ട് ചെയ്യാൻ അറിയോ, തുടങ്ങിയിട്ടുള്ള ഒരു കാര്യങ്ങൾ. ഇപ്പം നമ്മൾ ഇറങ്ങി പോയി കഴിഞ്ഞാൽ വണ്ടി മൂവ് ചെയ്താൽ ഹാൻഡ് ബ്രേക്ക് വലിക്കാൻ പോലും അറിയാത്ത ആൾക്കാരെ വെച്ചിട്ട് നമ്മൾ വാഹനം കൊണ്ടുപോകാറുണ്ട്. അപ്പൊ അവരൊക്കെ അത് പഠിപ്പിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പക്ഷേ നേരത്തെ ചോദിച്ചതുപോലെ ഈ പഴക്കം വലിയൊരു പ്രശ്നമാണോ എന്ന് ചോദിച്ചാൽ പഴക്കം ഒരു പ്രശ്നമല്ല. കാരണം കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ അതിന്റെ ആരോഗ്യം നിലനിൽക്കും. നമുക്ക് പറയാലോ, നമ്മുടെ സിനിമാ നടന്മാരെ എത്ര പ്രായം ചെന്നാലും അല്ലെങ്കിൽ അത്രയും ഫിസിക്കലി ഫിറ്റ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ, പ്രായം ഉള്ള ആൾക്കാരും വളരെ ഫിസിക്കലായി ഫിറ്റായി നിൽക്കുന്നുണ്ട് എന്ന് പറയുന്നത് പോലെ വാഹനം കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന് കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ ഓടിക്കാൻ സാധിക്കും. ഈ പർട്ടിക്കുലർ കേസിൽ ഉണ്ടായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഫ്യൂവൽ ഫയർ ആണ് ഉണ്ടായിട്ടുള്ളത്. ഈ ഫ്യൂവൽ ഫയറിനുള്ള കാരണം എന്ന് പറയുന്നത് തന്നെയും ഇത് ഒരു 10-60 ദിവസം നിർത്തിയിട്ടപ്പോൾ എന്തെങ്കിലും എലിയോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ കടിക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുള്ള ഫ്യൂവൽ സ്പില്ലേജ് മൂലമാണ് ഈ ഫയർ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ഏകദേശം ഒരു 99% എനിക്ക് ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് വാഹനം ഉപയോഗിക്കുന്നവർ മാത്രമല്ല, വാഹനത്തിൽ കയറുന്ന ആൾക്കാരും കൂടി ഇതിന്റെ എല്ലാ പ്രവർത്തനങ്ങളും പഠിക്കേണ്ടതാണെന്നുള്ളത് വളരെ അത്യാവശ്യമാണ്.